ആരെങ്കിലും ഇത് എടുത്തോണ്ട് പോകണം. അതെ, എടുത്തോണ്ട് പോയില്ലെങ്കിൽ വിഷയമാവും എനിക്ക്. 2:45 അജിന് നെട്ടില്ലല്ലോ. ഇത് ജെന്യൂൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ ഈ വണ്ടി ഞാൻ തരുന്ന പ്രൈസിൽ നിന്ന് 1 ലക്ഷം രൂപ മാറ്റി തിരിച്ചെടുക്കും. 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുന്നതാണോ? ഞാൻ അങ്ങോട്ട് കൊടുക്കും. അത് ചോദ്യം കേട്ടോ. അതിന് ഒരു നാരങ്ങ മുട്ടയുടെ പൈസ തരണ്ട, എടുത്തോണ്ട് പോയിക്കോ. ഇയാള് പറയുന്ന കണക്കാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ. ഇയാളാണല്ലോ കോടതി. 4:85 വണ്ടി കൊണ്ടുപോകാം. 2022 4:30 ഒരു 17 വണ്ടി എടുത്തുണ്ടോ? 17 വി ഓപ്ഷൻ വണ്ടി 4:30. നമ്മുടെ ട്രസ്റ്റ് വാലിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ കൂടെ സുഹേൽ ബ്രോ ഉണ്ട്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമുക്ക് വളരെ വില കുറഞ്ഞ ചെറിയ വണ്ടികൾ കാണിച്ചു. ചെറിയ വണ്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് വീഡിയോ വളരെ ലെങ്തും വളരെ കുറവായിരിക്കും. എല്ലാവരും സമാധാനത്തിൽ കണ്ടിട്ട് ഏതെങ്കിലും ഒരു വണ്ടി ചൂസ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുത്തോണ്ട് പോയാൽ പറ്റുമെന്ന് പറഞ്ഞ ഓക്കെ. പിന്നെ എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നല്ല ക്വാളിറ്റിയിൽ യൂസുകാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കി എടുക്കുക. 10 രൂപ കൂടിയാലും നിങ്ങൾക്ക് നല്ല വണ്ടി എടുക്കാം. പക്ഷേ ഇവിടെ 10 രൂപ കൂടില്ല, നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരുള്ളൂ. ഗ്യാരണ്ടി ആണ് കേട്ടോ. നിങ്ങൾ എവിടെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ വണ്ടി വേണ്ടവർ നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസ് അയച്ചു ഞാൻ പിന്നെ ഇൻട്രോയിൽ അല്ല നമ്മുടെ വീഡിയോയിൽ ഇന്റീരിയർ ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ നമ്മളെല്ലാം ഏത് വണ്ടിയുടെ വീഡിയോ ഇന്റീരിയർ എന്തുള്ള അയച്ചാൽ ഓക്കെ. അപ്പോൾ എന്തായാലും ലോണ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അത്യാവശ്യം വില കുറഞ്ഞ വണ്ടികളാണ് മിക്കവാറും വണ്ടികൾ അല്ലേ? നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സോറി ബ്രോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ ആദ്യത്തെ വണ്ടി മിക്കവാറും വണ്ടികളൊക്കെ വില കുറച്ചിട്ടുള്ള വണ്ടികൾ, എല്ലാം നല്ല വില കുറച്ച് ചെറിയ ബഡ്ജറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സെറ്റ് വണ്ടിയാണ്. ഒരിക്കലും വീഡിയോ മിസ് ചെയ്യരുത്. അതാണ് പെരുന്നാൾ ഓഫറും ഉണ്ട്. ശരി. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി ഫിഗോ ആണ്. ഫിഗോ ഏതാ മോഡൽ? 2015 മോഡൽ ഫിഗോ. 15? ഈ മോഡലിൽ 15 ഒക്കെ വന്നിട്ടുണ്ട്. 2015 മോഡൽ ഫിഗോ, ഫോർട്ട് ഫിഗോ. നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുത്തേക്കാം. 1.25 ലക്ഷം രൂപയ്ക്ക് 2015 വണ്ടി. ചോദ്യം പറഞ്ഞില്ല, 1.25 ലക്ഷം നമ്മൾ ഇത് കൊടുത്തിരിക്കും. ഒരു കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ കിഡ് ആണെങ്കിലോ 21 RXT ഓപ്ഷൻ 1 ലിറ്റർ വണ്ടി. 2021 വണ്ടിയാണ്. 40,000 കിലോമീറ്റർ. കമ്പനി ഇറക്കി ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി. 3.25 ലക്ഷം രൂപ 25,000 ഓഫർ. 3.5 ലക്ഷം രൂപയ്ക്ക് 1 രൂപ ഒരു നാരങ്ങ മുട്ടയുടെ പൈസ തരണ്ട, എടുത്തോണ്ട് പോയിക്കോ. അതായത് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. അതായത് 2021 വണ്ടിയാണ്. അത് ഇത് ക്ലൈംബർ ആണോ? ക്ലൈംബർ ഏറ്റവും ടോപ്പ് വേരിയന്റ്. അതിനകത്ത് മറ്റേ ഫോട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരി. 3,50,000 രൂപ കേട്ടോ. അതുപോലെ നീ കിഡാണെങ്കിലോ 2017 മോഡൽ കിഡ് RXL. 2.5 ലക്ഷം നമ്മളെ ചോദ്യമായിരുന്നു. 20,000 ഓഫർ 2.30 ഫുൾ ഓണോട് എടുത്തു. RXL മോഡൽ അല്ലേ? ഇതിനും ഒരു നാരങ്ങ മിഠായിയുടെ പൈസ തരണ്ട. അടിപൊളി. അതായത് 2,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2017 വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2018 മോഡൽ കിഡ് RXT ഓപ്ഷൻ. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കും കൂടെയാണ്. ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. ഈ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. 18 മോഡൽ അല്ലേ? 18 മോഡൽ 3 ലക്ഷം രൂപ വണ്ടി. 25,000 ഓഫർ 2.25 ലക്ഷം രൂപയ്ക്ക്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2.25 ലക്ഷം രൂപയ്ക്ക് RXT ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. എത്ര രൂപയ്ക്ക്? 2.25. അജിന് നെട്ടില്ലല്ലോ. ഞെട്ടുന്നില്ലല്ലോ. പൈസ വല്ലതും വേണോ? നെട്ട് അത് ഒന്നുകൂടെ. അത് 2.25 ലക്ഷം രൂപ. ഇതാണെങ്കിലോ 2025 മോഡൽ കിഡ് RXT ഓപ്ഷൻ. 25 പുതുപുത്തൻ വണ്ടി. അണ്ടർ വാറന്റി. 2029 വരെ. നിങ്ങൾ ഷോറൂം എന്ത് കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ വരണ്ട, നിങ്ങൾ ഷോറൂമിൽ പോയാൽ മതി. അതായത് ഫോട്ടോ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി. ഇനി കിലോമീറ്റർ എത്ര വരും? നെട്ടോ 3000 കിലോമീറ്റർ. വെറും 3000. മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി. വില എത്രയാന്ന് വരും? 5 രൂപ കിട്ടുന്ന 25,000 ഓഫർ 4.25 ലക്ഷം രൂപയ്ക്ക്. 4.5 ലക്ഷം രൂപ ലോണും. 25 വണ്ടിയെ നൽകണം. ഓൾമോസ്റ്റ് ഒരു 7 രൂപയ്ക്കകത്ത് വിലയുണ്ട്. ആ സാധനം നമ്മൾ കൊടുക്കുന്നത് 4.25 രൂപയ്ക്ക്. 25,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ടു പോകാം. അടിപൊളി. അതുപോലെ തന്നെ ഈ കേട്ടൺ ആണെങ്കിലോ? കേട്ടൺ വന്നിട്ട് ഇതൊരു പാർക്ക് ആൻഡ് സെയിലാണേ. UST വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ വണ്ടിയാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. 2018 മോഡൽ കേട്ടൺ VX ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പുള്ളി 3.25 ലക്ഷം രൂപ ചോദിച്ച് 25,000 ഓഫറിൽ നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 3.50 ഓട്ടോമാറ്റിക് വണ്ടി. അതും 2018 നല്ല ക്ലീൻ വണ്ടി കേട്ടോ. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 17 i20 സ്പോർട്സ്. ഇത് ഡീസൽ വണ്ടിയാണ്. 17 സ്പോർട്സ് ഡീസൽ വണ്ടി. 72,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ. ഇത് ജെന്യൂൻ അല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ തെളിയിക്കുകയാണെങ്കിൽ ഈ വണ്ടി ഞാൻ തരുന്ന പ്രൈസിൽ നിന്ന് 1 ലക്ഷം രൂപ മാറ്റി തിരിച്ചെടുക്കും. 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുന്നതാണോ? ഞാൻ അങ്ങോട്ട് കൊടുക്കും. അത് ചോദ്യം കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ 17 i20 സ്പോർട്സ് ഡീസൽ 72,000 കിലോമീറ്റർ. ഈ വാഹനം വന്നിട്ട് നമ്മൾ 5.25 ചോദിച്ചെന്ന വണ്ടി 25,000 ഓഫർ 5.5 ലക്ഷം രൂപ കൊടുക്കും. 5,50,000 രൂപയ്ക്ക് ട്രസ്റ്റ് വാല്യൂ ഡീസൽ വണ്ടി നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. ഡീസലാണ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2020 മോഡൽ VX ഓട്ടോമാറ്റിക് വണ്ടി. 20 ഓട്ടോമാറ്റിക് 20 ഓട്ടോമാറ്റിക് വണ്ടി.
1.2 അല്ലേ? 1.2. ആ ഇത് ഇതിനകത്ത് മറ്റേ അലോയ്സ്, മറ്റേ ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചെയ്തതാണ് കേട്ടോ. ചെയ്തതാണോ? അപ്പൊ അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ തന്നെ. അതെ, ഇയാള് പറയുന്ന കണക്കാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ. ഇയാളാണല്ലോ കോടതി. 44,000 കിലോമീറ്റർ വണ്ടി, 5.5 ലക്ഷം രൂപ ചോദിച്ചിരുന്ന വണ്ടി നമുക്ക് 50,000 രൂപ ഈ മാസം ഓഫർ, മാർച്ച് മാസത്തിൽ 50,000 രൂപ ഓഫർ 5 ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോകാം. 5 ലക്ഷം നെട്ടി 5 ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോകാം. 2020 ആണ്. ആ ഞെട്ടലൊക്കെ മതി. 2020 ഏറെക്കുറെ നമുക്ക് ഫുൾ ലോണും കിട്ടും. അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഹൈലൈറ്റ്. പിന്നെ അത്യാവശ്യം അലോയ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഒറ്റ രൂപ എടുക്കണ്ട, 0 ഡൗൺ പേയ്മെന്റ് എടുത്തോണ്ട് പോവാം. പിന്നെ ഈ വണ്ടി, ഈ വണ്ടിയുടെ ഗുണം എന്താ അറിയാമോ? മാരുതി ഇറക്കൽ ഏറ്റവും നല്ല മൈലേജ് ഉള്ള വണ്ടി. എത്ര കിട്ടും? ഇതിന്റെ മാനുവലിന് കമ്പനി പറയുന്ന 30 മൈലേജ് ആണെങ്കിലും 25+ ഉറപ്പായിട്ടുണ്ട്. അല്ലല്ല, ഞാൻ നോം ഓടിച്ചതാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഈ വണ്ടിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇതിന് ഗിയർ ഇല്ല, ഓട്ടോമാറ്റിക്. വണ്ടി എങ്ങനായാലും 18 മൈലേജ് ഉറപ്പായിട്ട് കിട്ടും. 18 മേളിയുണ്ട് കേട്ടോ. ZX ഓട്ടോമാറ്റിക് 2022 വണ്ടി പേഴ്സണലി നല്ല വണ്ടിയാണ്. ഇത് വണ്ടി നമ്മുടെ ഇവിടുത്തെ 6 മാസം വാറന്റി ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം. വണ്ടി 5.25 ലക്ഷം കിട്ടുന്നുണ്ട്. 25,000 ഓഫർ 5.5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ ഓടി എടുക്കാം. 1 രൂപ ഡൗൺ പേയ്മെന്റ് വരണ്ട. 1 രൂപ പോലും ഇല്ലാതെ ഒറ്റ രൂപ ഡൗൺ, ഒരു നാരങ്ങ മുട്ടയുടെ പൈസ നിങ്ങൾ വരണ്ട, ഫുൾ ഓണിൽ എടുത്തോണ്ട് പോകാം. 2022 ZX ഓട്ടോമാറ്റിക് വെറും 5,50,000 രൂപയ്ക്ക് 5 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുണ്ടോ? 1 രൂപ ഡൗൺ പേയ്മെന്റ്. ഈ സെലറിയോ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിരിക്കും, നോ ഗിയർ. അപ്പൊ ഇത് 2020 മോഡൽ ZX വണ്ടിയാണ്. അതും ZX വണ്ടി കേട്ടോ, ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് 5 ലക്ഷം ഇട്ടിരുന്നു, നമുക്കിത് 4.85 കൊടുക്കാം. 15,000 ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് 4.5 ലക്ഷം വരെ ലോൺ കിട്ടും. ഈ വണ്ടി നിങ്ങൾക്ക് വെറും 35,000 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുത്തോണ്ട് പോകും. 4.85 കുറച്ച് കൂടുതലാണോ? ഒരിക്കലും അല്ല. കാര്യം വെച്ചാൽ സിംഗിൾ ഓണർ വണ്ടി, റീപ്ലേസ് ഇല്ല, കറക്റ്റ് കമ്പനി സർവീസ്, ലോ കിലോമീറ്റർ. 20 മോഡലും ഉണ്ട്. മോശമൊന്നുമില്ല, ഒരിക്കലും നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അടുത്തത് പാവങ്ങളുടെ ഇന്നോവ ട്രൈബർ. ഈ വണ്ടി ഞാൻ വില കൊണ്ട് ഞെട്ടിക്കും. 2022 RX L ട്രൈബർ. എല്ലാം ഉണ്ട്. AC പവർ സ്റ്റീരിംഗ്, ഫോട്ടോ പവറിന്റെ ഉണ്ട്. പ്രൊജക്ട് അടക്കം വരുന്നുണ്ട് കേട്ടോ. 15,000 കിലോമീറ്റർ, വെറും 15. അടിപൊളി. തൊട്ടടുത്ത് 1 കിലോമീറ്റർ വരെ കമ്പനി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ വണ്ടി എടുത്താൽ മതി. ഇത് നമുക്ക് എന്താ വില? ഈ വണ്ടി നമ്മൾ 5.5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വീടിക്കകത്ത് നോക്കിയത്. 5 രൂപ നമ്മൾ ഇട്ടിരുന്നത്. 65,000 ഓഫർ. അപ്പൊ നിങ്ങൾ ചോദിക്കാടാ പഹയ ഇനിയും കിടന്നു കഴിഞ്ഞാല് ഓഫർ ഉണ്ട്. അതല്ല, നമുക്ക് ഇത് ഈ മാസം നമ്മൾ കൊടുത്തു. മാർച്ചിൽ നമ്മളെ കലാശക്കൊട്ട 4.85 വണ്ടി കൊണ്ടുപോകാം. 2022 വണ്ടി, 7 സീറ്റ് മാനുവല്, 7 സീറ്റ് വണ്ടി. വെറും ഒരു സ്വിഫ്റ്റ് പോലും ഈ വിലക്ക് കിട്ടത്തില്ല 2022. 4.85 ഞെട്ടിച്ചില്ല. 4.85 മാനുവലാണ്, മൈലേജും കിട്ടും. അതുപോലെ തന്നെ XUV ആണെങ്കിലോ? ഈ വണ്ടി ഏറെക്കുറെ കച്ചവടം ആയതാണ്. എന്നാലും ഞാൻ പറയാം, കസ്റ്റമർ പിന്നെ ഈ യുദ്ധം കാരണം ഗൾഫിൽ നിന്ന് വരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കസ്റ്റമർ ലോൺ എല്ലാം പാസ്സാക്കണം, പുള്ളി ഇവിടെ ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. അപ്പൊ എന്നാലും ഞാൻ പറയാണ്, പുള്ളിയുടെ അനുവാദത്തോടു കൂടിയാണ് പറയുന്നത്. 2016 മോഡൽ W8 XUV 90,000 കിലോമീറ്റർ, 8.25 ലക്ഷം നമ്മൾ ഇട്ടിരുന്നത്. പുള്ളിക്ക് നമ്മൾ 8 രൂപയ്ക്ക് കച്ചവടം ചെയ്തു. അതേ വിലയ്ക്ക് തന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും. 8 ലക്ഷം രൂപയ്ക്ക് 2016 W8 അല്ലേ? അത് കൂടുതലാണോ കുറവാണോ? കൂടുതലാണോന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കസ്റ്റമർ പാർക്കിംഗ് ആണ്. ഇത് ശരിക്കും നമ്മുടെ വണ്ടിയല്ല. ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ ഈ സിറ്റി ആണെങ്കിലോ? ഈ സിറ്റി ഞാൻ ഞെട്ടിക്കും. എന്താ കാര്യം അറിയാമോ? 2017 മോഡൽ. റിയല്ല, ഒറിജിനൽ കേരള. ഇത് നമ്മളൊരു എക്സ്ചേഞ്ച് എടുത്തതാണ്. വൃത്തിയാക്കാനുള്ള സമയം കിട്ടില്ല, മെനിയാൻ എടുത്തതേ ഉള്ളൂ. 17 മോഡൽ ഹോണ്ട സിറ്റി. ഇത് V ആണ്. പുഷ്പട്ട സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി പെട്രോൾ, ഒറ്റ റീപ്ലേസ് കാര്യങ്ങളെല്ലാം ഹിസ്റ്ററി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. V ആണ്. V ഓർക്കണം, പുഷ്പട്ട സ്റ്റാർട്ട് ഒക്കെ ഉള്ള വണ്ടിയാണ് V. ഈ വണ്ടി നമ്മൾ 5 രൂപ നമ്മൾ ചോദിച്ചേ, 70 രൂപ ഓഫർ, 4.30 ഒരു 17 വണ്ടി എടുത്തുണ്ടോ? 17 V ഓപ്ഷൻ വണ്ടി 4.30. അത് നല്ല പ്രൈസ് ആട്ടോ. നല്ല പ്രൈസ് അല്ലേ? ഞെട്ടി. ഏത് വണ്ടി കിട്ടും ഈ 4.30 ഈ വിലക്ക്? അത് കിട്ടൂല, കിട്ടത്തില്ലല്ലോ. ന്യൂ ഷേപ്പ് ഉണ്ട്. ഒരു ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട് ടൈം. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു പോയതാ. അത് ചോദിച്ചെന്തായാലും നന്നായി, ഇല്ലെങ്കിൽ അതേ ഫ്രണ്ട് ബോണറ്റ് മാത്രം തന്റേതല്ലാത്ത കാരണത്താൽ മാറിയിട്ടുണ്ട്. പക്ഷേ കമ്പനി ഹിസ്റ്ററിക്കകത്തില്ല. ഇല്ല. അപ്പൊ അവരെ പുറത്തെന്താണ് മാറിയത്? ആ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല പുതിയ സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി. ബിനറിന്റെ ഗ്ലാസ് അത് ഡിക്കിക്കാതെ കിടപ്പുണ്ട്. പിന്നെ ചെറിയ ടച്ച് കൂടി ചെയ്യാണ്ട്. ഇത് ആസ് ഓൺ കണ്ടീഷനിലാണ് നമ്മൾ. ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണം, ഫ്രണ്ട് ബമ്പറൊക്കെ ഒന്ന് അടിക്കണം.
ശരി. ആസ് ഓൺ കണ്ടീഷനിൽ 4.30 ഏറെക്കുറെ മാർക്കറ്റ് 6 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. അതെ, അത് മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം പിന്നെ നല്ല ഇത് വൃത്തിയുണ്ട്. ഫിനാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് തരാം. ഒരു പോലും മുടക്കണ്ട. വേണമെങ്കിൽ 1 ലക്ഷം അങ്ങോട്ട് അധികം കൊടുക്കാം. അങ്ങനെയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ ലോൺ സുഖമായിട്ട് കയറും. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് വന്നിട്ട് മറ്റേ RX-Z ലോഡ്ജിയാണ്, ഡീസൽ ലോഡ്ജി. ആരെങ്കിലും ഇത് എടുത്തോണ്ട് പോകണം. അതെ, എടുത്തോണ്ട് പോയില്ല വിഷയമാവും എനിക്ക്. കൊണ്ടേ പറ്റൂലേ. ഇതാ ചെറിയ വിലയ്ക്ക് കൊടുക്കാം. നമുക്ക് ഇത് 3.5 ലക്ഷം എന്നുള്ളത് ഒരു 3 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 2015 RX-L RX-L ഡീസൽ മറ്റേ മേളി കാരിയർ ഒക്കെ ഉള്ള അത്യാവശ്യം അടിപൊളി കിടുകാച്ച പറയുന്നില്ല. 7 സീറ്റ് വണ്ടി. നിങ്ങൾക്ക് സ്കൂളോട്ട് ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്കൂളോട്ടെങ്കിലും ഇത് ഓടാം. 7 പിള്ളേരെയൊക്കെ 7 സീറ്റിനകത്ത് 14 വരെ ഇരുത്തിക്കൊണ്ട് പോകും. അപ്പൊ ഒരു RTO പിടിച്ചിട്ട് തൂക്കും. ഓക്കെ, 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ വണ്ടിയല്ലേ അല്ലേ? ഇത്രയും വലിയ വണ്ടി, ഡീസൽ വണ്ടി, അത്യാവശ്യം മൈലേജ് ഉണ്ട്. 7 പേർക്ക് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരുന്ന് യൂസ് ചെയ്ത് പോകാനേ. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ലോണും മേടിച്ചാൽ 1 രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നാരങ്ങ മുട്ടായി ഞങ്ങൾ ഇവിടെ ഇരിക്കണ്ട കേട്ടാ. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു നാരങ്ങ മുട്ടായുടെ പൈസ തരണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ മുട്ടായി പറയുന്നത്. എന്തായാലും RX-L നോക്കിക്കോളൂ, മൈലേജ് 3 lakh. നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് നോക്കുന്ന ഒരു മോഡൽ കൂടിയ ക്വാളിറ്റി ഉള്ള കിടിലൊരു വണ്ടി. ഇതേതാ മോഡല്? 2023 സ്വിഫ്റ്റ്. 23 ആണ്. 23 സ്വിഫ്റ്റ്. ഇത് ഓട്ടോമാറ്റിക് മാനുവലോ? മാനുവല് 40,000 കിലോമീറ്റർ. മാനുവലിൽ വെറും 40,000 കിലോമീറ്റർ ഓടിയ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കേട്ടോ. 5.60 നമ്മുടെ പ്രൈസ്, 30,000 ഓഫർ. 5.30 നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലോണും കൂടി എടുത്തോണ്ട് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കി, 23 VXi അല്ലേ ഇത്? LXi. ഓക്കെ, 5,30,000 രൂപയ്ക്ക്. 30,000 രൂപ അടിപൊളി പ്രൈസ് കേട്ടോ. 23 വണ്ടിയാന്ന് ആലോചിക്കണം. പിന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ഒരു ഇത് LXi ആണോ VXi ആണോ? ഇത് VXi ഓട്ടോമാറ്റിക്. VXi ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. മോഡലോ? 2023 വണ്ടി തന്നെയാണ്. 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മൾ 6 ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു. സോറി, 7 ലക്ഷം രൂപ ഇട്ടിരുന്ന 6,80,000 രൂപ കൊടുക്കും. 6 ലക്ഷം ഇട്ടിരുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. 7 ലക്ഷം 6,80,000 രൂപ കൊടുക്കാം. 20,000 ഓഫർ ഉണ്ട്. 2023 3-ാം മാസം വണ്ടി. 6,80,000 രൂപയ്ക്ക് 2023 VXi ഓട്ടോമാറ്റിക്. ഏറെക്കുറെ നമുക്ക് ഇതൊരു 6 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇത് 30,000 രൂപ കൊണ്ടുവന്നാൽ മതി. ഇത് 5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇത് ഒരു 30,000 രൂപ കൊണ്ടുവന്നു. അപ്പൊ 2 സ്വിഫ്റ്റ് കിടപ്പുണ്ട്. വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികളാണ്, നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ല അടിപൊളി ഒരു ഐറ്റം കാണിച്ചു കൊടുക്കാം അല്ലേ? ഐറ്റം മാഗ്നയാണ് ഈ വണ്ടി. ഗ്രാൻഡ് ആണ് കേട്ടോ. 2017 വണ്ടി. 17 ആണ്. 70,000 കിലോമീറ്റർ. 17 വണ്ടിയല്ലേ? 17 വണ്ടിയാ. വില കൊണ്ട് ഞാൻ ഞെട്ടിക്കും. നമ്മൾ 3 രൂപ ഇട്ടിരുന്നതാ. 40,000 ഓഫർ. 2,60,000. 2,60,000 രൂപയ്ക്ക് 2017 വണ്ടി. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ 800. 2015 മോഡൽ ആൾട്ടോ 800 LXi. 80,000 കിലോമീറ്റർ. 2.5 ലക്ഷം രൂപ ഇട്ടിരുന്നത് ഇവിടെ. ഈ മാർച്ച് മാസത്തിൽ ഒരു 40,000 ഓഫർ. 40,000 ഓഫറിൽ 1,85,000 ഫുൾ ഓണോട് എടുത്തോണ്ടിരിക്കും. 15 മോഡൽ വണ്ടി 1.85. അയ്യോ, ഈ പറയാൻ പറഞ്ഞു, ഇതും ഫുൾ ഓൺ ആട്ടോ. അതെന്തായാലും കിട്ടുമല്ലോ. 1 രൂപ നിങ്ങൾ തരണ്ട, ഫുൾ ഓൺ കിട്ടും. ഇതും 1 രൂപ തരണ്ട. 1.85 2015 വണ്ടി. 15 അല്ലേ? ഇനി അടുത്തായിട്ട് ഒരു 4 ഇയോൺ കാണിച്ചു കൊടുക്കാം അല്ലേ? 13 ഇയോൺ എറാ പ്ലസ് വണ്ടി. 1,60,000 രൂപ ഇട്ടുന്നതാ. 30,000 ഓഫർ. 1.35 1.30 കൊടുക്കുക. 1.30 2013 വണ്ടി. പൊട്ടന്മാർക്ക് തെറ്റി. 1.60 30,000 ഓഫർ ആയിട്ട് ബാക്കി 1.35 ചെയ്തിട്ടേക്കുന്നു. 1.30 കൊടുക്കുക. 1.30 അല്ലേ? 1.30 കൊടുക്കുക. 1,30,000 രൂപയ്ക്ക് 2013 വണ്ടി കൊണ്ടുപോകാം. ഇത് 2018 വണ്ടി. 18 ആണ്. ഇയോൺ എറാ പ്ലസ്. 60,000 കിലോമീറ്റർ. 25,000 രൂപ ഓഫറിൽ 2.65 2.40 കൊടുക്കാം. ഏറെക്കുറെ 2 ലക്ഷം രൂപ ലോൺ കിട്ടും. അടിപൊളി. 2,500 രൂപ ലോൺ കിട്ടും. ഇതും 18 വണ്ടി. എറാ പ്ലസ് തന്നെയാണ് വണ്ടി. ഇത് 2.60 ഇട്ട് നമുക്ക് 30,000 ഓഫർ. 2.30 ഈ വണ്ടി എടുത്തോണ്ട് പോകും. ഏറെക്കുറെ 2 ലക്ഷം രൂപ ലോൺ കിട്ടും. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇത് പിന്നെ കുറച്ച് കാലമായി ഇവിടെ. ഇത് എന്താണെന്നറിയില്ല, എന്നെയും കൊണ്ടേ പോത്തുള്ളൂ തോന്നുന്നു. ഇത് 2015 മാഗ്ന ഓപ്ഷൻ ആണ് വണ്ടി. എയർ ബാഗ് വരുന്ന 1 ലിറ്റർ വണ്ടി. നിങ്ങൾക്ക് ഇതൊരു കാര്യം ചെയ്യാം, ഒരു 2 ലക്ഷം രൂപ എടുത്തോണ്ട് പോയിക്കോ. 2015 വണ്ടി. 15 വണ്ടി 2 ലക്ഷം രൂപ കൂടുതലല്ലേ ബ്രോ? എവിടെ കൂടുതലാവുന്നത്? 18 വണ്ടി നിങ്ങൾക്ക് അത് 2.30 എടുക്കാമെങ്കിൽ 15 ഈ 1000 cc വണ്ടി സുഖമായിട്ട് 2 ലക്ഷം രൂപ എടുക്കാം. മനുഷ്യ 2018 വണ്ടി 2.20 പറഞ്ഞേ, 2.30. അത് 800 cc. അതിനകത്ത് എയർ ബാഗ് ഇല്ല, ഇതിനകത്ത് എയർ ബാഗ് ഉണ്ട്.
എയർ ബാഗ് ഉള്ളത് അതിനകത്ത് ഇൻബിൽറ്റ് സിസ്റ്റം ഇല്ല, ഇതിനകത്ത് ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിന്റെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ നമ്മൾ മാറി കൊടുക്കും. ഇത് ഈ കണ്ടീഷനിൽ നമ്മൾ വൃത്തിയാക്കി 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. 2 ലക്ഷം രൂപ. പക്ഷെ മോശമൊന്നുമില്ല വണ്ടി. പോട്ടെ, 1,90,000 രൂപ കൊടുക്കാം. അതായത് വണ്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഓടിക്കാൻ ഭയങ്കര. കുറച്ചാലും ഇവിടെ നിന്നാ പേപ്പറിന്റെ ഇഷ്യൂ ആയിട്ടല്ലേ? പേപ്പറിന്റെ ഇഷ്യൂ ആയിട്ട് കാണിച്ച വീഡിയോയിലൊക്കെ വണ്ടി സെയിൽ ആയതല്ലേ? ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു ഈ ഗ്ലാസ് അങ്ങ് മാറാന്ന് വെച്ചാൽ, എന്തായാലും ഈ വീഡിയോ ഉണ്ടല്ലോ തെളിവായിട്ട്. ഈ ഗ്ലാസ് അങ്ങ് മാറാം, അതുകൊണ്ടാണ് മെയിനായിട്ട് പോകാത്ത. 3-4 ആൾക്കാർ വന്നിട്ട് ഇട്ടിട്ട് പോയ കാര്യം അതാ, ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 1,90,000 വണ്ടി കൊടുക്കാം. 1,90,000 2015 1 ലിറ്റർ വണ്ടി അല്ലേ? നല്ല തിരികട മണം അല്ലേ? എന്തൊക്കെയോ മണക്കുന്നുണ്ട്. അതെ. അപ്പം അതാണ്, ഇത്രയാണ് വണ്ടികള്. അപ്പൊ ഇനി നിങ്ങൾ തീരുമാനിക്കണം. വണ്ടികളല്ലേ നമ്മുടേത്? വണ്ടി കുറച്ച് കുറവാ. സെക്കൻഡ് എപ്പിസോഡ് ഇച്ചിരി കുറവാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഒരു 10, 25, 26 വണ്ടിയോളം കാണിച്ചെന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വില കുറച്ച് കൊടുക്കണ്ടോ? പിന്നെ നമ്മൾ വില, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാമോ, ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വരുന്നവര് പുതിയ വണ്ടി എടുക്കാനായിട്ട് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പുതിയത് 8 ലക്ഷം രൂപ ആണെങ്കിൽ സെക്കൻഡ് നമ്മൾ പോകുമ്പോൾ ഒരു 5 രൂപയ്ക്ക് കിട്ടും എന്നുള്ളൊരു മനസ്സിലൊരു തോന്നലുണ്ടായിട്ടാണ് ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടി ഇടിച്ചതും പിന്നെ ടോട്ടൽ ലോസ് ആയ വണ്ടികളും പിന്നെ വർക്ക്ഷോപ്പിൽ കയറി ഇറക്കുന്ന വണ്ടികളും ഒരിക്കലും നിങ്ങൾ അത് എടുക്കരുത്. നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ വണ്ടി എടുക്കുന്നത്, സെയിൽ ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ 10 രൂപ അധികം കൊടുത്താലും ചതിയിൽ പോയി പെടാതിരിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാനും അജുവും ഈ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ, വണ്ടി നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോകണം, ഷോറൂമിൽ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പിലെ മേശരിയെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. നല്ലോണം ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഇത്. ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്ന വണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടിയല്ല. ഒരു കസ്റ്റമർ കൊണ്ടുവരും, നമ്മൾ നോക്കി അത്യാവശ്യം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി റീപ്ലേസ് ഒന്നും ഇല്ലെങ്കിൽ വണ്ടി എടുത്തിടും. നമ്മൾ ഓടിക്കത്ത പോലില്ല ചില വണ്ടികൾ. എടുത്തോണ്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് തന്നെ കസ്റ്റമർ നമ്മളെ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതുവരെ വലുതായിട്ട് വന്നിട്ടില്ല, വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റെക്ടിഫൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് മാക്സിമം 10 രൂപ അധികം കൊടുത്താലും നല്ല വണ്ടികൾ നോക്കി എടുക്കുക. ഇത് എന്റെ ഒരു ഉപദേശമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തെള്ളിക്കളയാം. എപ്പോഴും പറയുന്ന കാര്യം, നല്ല വണ്ടികൾ നോക്കി എടുക്കുക. അപ്പൊ എന്തായാലും ഒരു കാര്യം കൂടെ, ലോൺ കേരളത്തിലെ എല്ലാ ജില്ലകളും എവിടെ നിന്നുള്ള നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. നിങ്ങൾ ലോണിന് വേണ്ടി പുറത്തിറങ്ങണ്ട, നിങ്ങളെ വീട്ടിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സ് വരും. ലോൺ പേപ്പേഴ്സും ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്ത് അവിടെ നിന്ന് വരും. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി കൊണ്ട് ഡെലിവറി ചെയ്യും. ആ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ, വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്ഥലം ഇത് കൊല്ലമാണ്, 2 നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം ഇത് സ്ഥലം എവിടാന്ന്. ആദ്യമായി കാണുന്നവർക്കാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. ലോൺ ഡോക്യുമെന്റ്സും ഇൻട്രസ്റ്റ് എല്ലാം വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുവിധം കുറച്ചധികം വണ്ടികൾ ഈ ഒരു എപ്പിസോഡ് കാണിച്ചു. ഇതെങ്ങനെ ഏറി നിൽക്കുന്ന ഈ ക്യാമറ എങ്ങനെ നിന്നോളെടുക്കും. അപ്പൊ പിന്നെ ചെറുവണ്ടികളാണ് എപ്പിസോഡിൽ ഈ 2ാമത്തെ എപ്പിസോഡിൽ കാണിച്ചോക്കെ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ വന്ന് എപ്പോഴും വണ്ടി കണ്ടിട്ട് മാത്രം എടുക്കുക. ഓടിച്ചൊക്കെ നോക്കി നല്ല കംപ്ലൈന്റ് ഒന്നും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുക്കുക. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. നാട്ടുകാർ വെറുതെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ലൊരു വണ്ടി വേണ്ടവർ നേരെ വന്നോളൂ, ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാം. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എങ്കിലും ഞാനത് പറയണം തീർച്ചയായിട്ടും പറയണം. അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആണ്. അതുവരെ എല്ലാവർക്കും